നന്ദുചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നു, ഇങ്ങനെ ഒരു പടം. അപ്പോൾ ഇത്രയും കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൊരു പടം ഇപ്പോൾ നന്ദുചേട്ടൻ്റെ കൂടെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു. നന്ദുചേട്ടൻ്റെ അടുത്ത് ഇപ്പോഴാണ് പറയുന്നത്, അതിപ്പോ പറയുന്നത് എനിക്കറിയാം. അപ്പോൾ ഈവൻ ഒരു നമുക്കൊരു സംശയം വന്നപ്പോൾ ഓർമ്മയുണ്ട്, ട്രെയിൻ പോകുന്ന അപ്പം പ്രശാന്ത് ചേട്ടൻ്റെ അടുത്ത് ചേട്ടാ ഇങ്ങനെയല്ലേ അത് പറയണത്, അപ്പം നന്ദു ചേട്ടൻ്റെ അടുത്ത് നിങ്ങൾ പറയുമെന്നാണ് അവിടെ നിന്ന് പിന്നെ നമ്മൾ ഭയങ്കര കംഫർട്ടബിളായി. ചേട്ടൻ പഴയ കഥകളൊക്കെ പറയും കാറിയിരുന്നു. അപ്പോൾ നമുക്കൊക്കെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എനിക്ക് എപ്പോഴും നമുക്ക് ഈ 90s-ലെയും 80s-ലെയും സിനിമകളുടെ കഥകൾ കേൾക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ സഫാരിയിൽ വന്ന ചേട്ടൻ്റെ ചരിത്രത്തിലൂടെ അത് മൊത്തം ഞാനിത് കണ്ടു. അപ്പൊ അത് പ്രത്യേകിച്ച് നമ്മൾ ട്രിവാൻഡ്രമാണ്. അപ്പൊ ട്രിവാൻഡ്രത്തെ പറ്റിയുള്ള കഥകൾ, ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ IRD കോട്ട എന്നൊക്കെ പറയുമ്പോൾ നന്ദുചേട്ടൻ്റെ കോട്ട, അപ്പൊ അങ്ങനത്തെ കഥകളും ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നും കുറേ കഥകൾ നമ്മളിങ്ങനെ പറഞ്ഞു തന്നു, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും പൂക്കിയായിട്ടുള്ളത് വെളിയിൽ പറയാൻ പറ്റാത്ത കുറെ കഥകളുണ്ട്. അങ്ങനെയാണ് ഞാൻ എടുത്തത്.